LDFിനെയാണ് കേരളം പ്രതീക്ഷയോടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരള ജീവിതത്തിൽ അനിഷേധ്യമായിട്ടുള്ള വളർച്ചയുണ്ടാക്കി വികസന പാതയിൽ കേരളത്തെ ബഹുദൂരം നയിച്ച ഇപ്പോൾ 10 കൊല്ലം പൂർത്തിയാക്കുന്ന LDF ഭരണത്തിന്റെ തുടർച്ച വേണമെന്ന് ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നു. ആ ജനകീയ നിശ്ചയത്തിന്റെയും അഭിലാഷത്തിന്റെയും പ്രതിഫലനങ്ങളൊക്കെയാണ് എല്ലാ തലങ്ങളിലും എല്ലാ സമയത്തും പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജാഥയെ കാണാനും കേൾക്കാനും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ജാഥ അനുഭവം. ഈ ജാഥയുടെ ശക്തി ജനങ്ങളാണ്. ഇവരുടെ സ്നേഹമാണ്, ഇവരുടെ പിന്തുണയാണ്, താല്പര്യമാണ്. ഈ ജാഥയുടെ പുറകിൽ കനകോലുമാരില്ല. ഈ ജാഥയുടെ പുറകിൽ വലിയ വലിയ പ്രചാരണ ദത്തന്മാരുമില്ല. പെയ്ഡായിട്ടുള്ള ഏജൻസികൾ ഇന്ന് എല്ലാ രംഗത്തും ആവശ്യം പോലെയുള്ളൂ. ഏത് പട്ടിയെ ആടാക്കാനും മുളയെ സത്യമാക്കി മാറ്റാനും ഏതാനും ദിവസങ്ങൾ ആ സോപ്പ് വിമളയെ പൊക്കിക്കാണിക്കാനും പോകുന്ന PR തന്ത്രങ്ങളും നിർത്തന്മാരും ഒത്തിരിയുണ്ട്. LDFിന്റെ ഭാഗത്ത് അത്തരം ആരെയും ആശ്രയിക്കാൻ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾ ആശ്രയിക്കുന്നത് ജനങ്ങളെ തന്നെയാണ്. ആ ജനങ്ങളുടെ സർവേ, അവരുടെ പഠനങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അതെല്ലാം സംശീകരിച്ചുകൊണ്ടാണ് LDF എന്നും മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇന്നും നാളെയും അതായിരിക്കും വഴി. ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മറ്റൊരു പ്രചരണ ജാഥകളും ഞങ്ങളെ ബാധിക്കുന്നില്ല. ജീവിതങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവും പറയാതെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് കേരളത്തിലിപ്പോൾ UDFും BJPയും സംഘടിതമായി ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചാൽ കാണാം, UDF BJP വിചാരവേലയുടെ മുന മുഴുവനും LDF വിരുദ്ധമാണ്. LDFിന്റെ രാഷ്ട്രീയത്തെ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെയും നമസ്കരിക്കാനും കണ്ണടച്ചിട്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്. അവർക്ക് പല താല്പര്യങ്ങളെയും ഇരുട്ടുകളെയും നുണകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ഈ മാർഗം തേടുന്നത്.